അത് സത്യസന്ധമാണെങ്കിലേ വർക്ക് തുടങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയണത്. എഴുതണ എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അത് എഴുതിയായിരുന്ന ഞാൻ എന്താണത് ഇതിന് ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്തൊക്കെ കേട്ടെന്നറിയാം. പലതും ഈ അലവലാദികൾ കുറേ എണ്ണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഉടമ്പടി ഒരു ശാപം എന്ന് പറയണത്. ചുമ്മാ വഴിപോക്കന്മാരും ഈ ആലപ്പുഴയിൽ നിന്ന് മകളെ കാണാൻ വേണ്ടി പോകണം. ഇതാണ് കൃപാസനം, എന്നാൽ കയറി ഉടമ്പടി എടുത്തേക്കാൾ അങ്ങനെ കുറേ അലവലാതി ചേർത്തിമാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയും. കാര്യം വെച്ചാൽ അവരുടെ ഉടമ്പടി വിജയിക്കത്തില്ല. കാരണം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വെക്കുമ്പോൾ തന്നെ ആക്ഷനാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോർമുല സത്യസന്ധമായതുകൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്തോളാന്നല്ലേ നമ്മൾ പറയണത്. അപ്പം ദൈവത്തിന് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ചെയ്യുക ഇല്ല എന്നുള്ളത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചിലർ മറന്നു പോകും, ചിലത് മാറ്റി വെക്കും. അങ്ങനെയല്ല സംഭവിക്കണത്. ചിലത് മറന്നു പോകും, ചിലത് നാളെ ചെയ്യാവേ ചെയ്യത്തില്ലെന്നൊന്നും പറയത്തില്ല. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ല. ചിലർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് 21-28 എടുത്ത്. മത്തായി 21:28. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമത്തെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. അതെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ചിലരിതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഉടമ്പടി ചെയ്യത്തില്ല. പതുക്കെ ഉഴപ്പിയും താമസിപ്പിച്ചും. കാര്യം ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് ഘട്ടം ഘട്ടമായി ഒക്കുമ്പോൾ സമയമൊക്കെ നോക്കി ഒക്കുമ്പോൾ ഒത്തൊക്കെ ചെയ്യണില്ലേ. ഈ ഉടമ്പടിയാണ് ഏറ്റവും ഡാമേജ് ആകണത്. അതായത് നമ്മൾ സമയമൊക്കെ നോക്കി കൊച്ചും ഉറങ്ങി തള്ളയും ഉറങ്ങി പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയി ഇങ്ങനെ ഉള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വേസ്റ്റ് ടൈം വരും. അത് വിശ്രമ ടൈം അല്ല, വേസ്റ്റാണത് നിങ്ങളുടെ. ഈ വേസ്റ്റ് ടൈമാണ് കർത്താവിന് കൊടുക്കുന്നത്. കാര്യം ഇതിൽ 1-ാം സ്ഥാനം ഒന്നുമില്ല. കൊച്ചിനായിരുന്നു 1-ാം സ്ഥാനം, പിന്നെ ഭർത്താവിന്, പിന്നെ വീട്ടിലെ കാര്യത്തിന്. ഇതെല്ലാം കൂട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ഉടമ്പടിയുടെ കാര്യം ചെയ്യും. ദാറ്റ് ഈസ് നോൺസെൻസ്. ഇതിൻ്റെ സ്പീഡിലായി സംഭവിക്കുന്നത്, സത്യസന്ധത ഇരിക്കുന്ന സ്പീഡിലാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഭർത്താവിനേക്കാളും ദൈവത്തിന് കൊടുക്കണ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിന് കൊടുക്കണ കാര്യം, ഇപ്പം നമ്മൾ വീട്ടിലെ പട്ടിക്ക് ആഹാരം കൊടുക്കുക എങ്ങനെ? വീട്ടുകാരെല്ലാം തിന്ന് തീർത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി കുറേ ബാക്കി വന്നതിന് ശേഷമാണ് പട്ടിക്കുഞ്ഞ് കൊടുക്കുന്നത്. ഇതല്ലേ ഇപ്പം നിങ്ങളും ദൈവത്തോട് കാണിക്കണത്? നിങ്ങളുടെ വീടിൻ്റെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ് ടൈമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധമായി പ്രവർത്തിക്കാൻ താമസിക്കും. അവർ ഈ മരണം വരെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചെയ്യത്തുള്ളവർ. അവർ നല്ലത് ചെയ്യാൻ ദൈവം പോലും അവരെ അനുവദിക്കത്തില്ല. കാര്യം എന്താണ്? അവരെ ദൈവത്തിന് ആവശ്യമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പഴഞ്ചാക്കിനെയും കൊണ്ടുള്ളതിന് എന്തിനാ ദൈവത്തിന് ആവശ്യമില്ല. ഇവരിങ്ങനെ ചെയ്യത്തുള്ളൂ. അവരവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അത് റിജക്റ്റഡ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ഈ കായേന് സംഭവിച്ച വിഷയം അതല്ലേ. കായേന് സംഭവിച്ചത് എന്താണ്? അത് തന്നെ വിഷയമാണ്. ആബേല് കാണിക്കകളെ കൊടുക്കുമ്പോൾ
ആ ദൈവത്തിന് പ്രയോറിറ്റി കിട്ടണം. ദൈവത്തിൻ്റെ ഒരു ഭക്തനും വിശ്വസ്തനുമായി, ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനല്ലാത്തൊരു ഭക്തനെ കുറിച്ച് ദൈവത്തിന് ചിന്തയില്ല. ഭക്തൻ വിശ്വസ്തനായിരിക്കും എപ്പോഴും. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തമായി നമുക്കിങ്ങനെ ഈശോ വന്നപ്പോഴും ഈ വിഷയത്തിൽ ഈശോയും ഒരു നിലപാടെടുത്ത് എന്താ ഈശോ പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാ വിഷയം. അത് ഒരു നിലപാടാണ്. അത് നമ്മളൊരു ദൈവമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാർ കൈവരിക്കേണ്ട ഒരു നിലപാട്. മത്തായി 6:24 ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനെയും ദൈവമല്ലാത്തതിനെയും നമ്മൾക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. എപ്പോഴും മേൽക്കൈ, ഒന്നാം സ്ഥാനവും അതിനടുത്ത സ്ഥാനങ്ങളും എല്ലാം ദൈവത്തിന് തന്നെയായിരിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് ഇതൊരു വഴക്കായിട്ട് നിങ്ങൾ കരുതരുത്. കാര്യം നിങ്ങളുടെ ഗ്രോത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം. അതാണ് എയിംസ്. ഇപ്പം നമ്മൾക്ക് ദൈവത്തെ വിശ്വാസം തോന്നണം അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, അല്ലേ? ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം. ദൈവത്തിന് നമ്മളെ എങ്ങാനും വിശ്വാസം തോന്നിയാൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യണത്. ദൈവം നമ്മൾ പറയണ വിഷയങ്ങളുമല്ല, നമ്മൾ പറയുന്ന വിഷയം പലതും ദൈവദർശനത്തിൽ കോമഡിയായിട്ടേ വരത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര അധികമായി നന്മകൾ നൽകുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ലൂക്കാ 11:13 മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവം നൽകണ വിഷയം നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രീതിയിലല്ല, എൻ്റെ മോഡ് വേറെയാണ്. നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നു. ഇപ്പം അമ്മ സ്ക്രൂ ചെയ്ത് മകനെ സ്ഥലം മേടിക്കുക, അത് ഇട്ടും പോയ കുഴപ്പമാണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി, അതിൻ്റെ ഇതിലുണ്ട്. ചിലപ്പോൾ ആ സ്ഥലം മേടിക്കാമെന്ന് കേൾക്കുമ്പോൾ കളങ്കമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് കളങ്കം ഉണ്ടാകും. അമ്മ ഉദ്ദേശിക്കുന്നത് മൂത്ത മകളെ തല്ലിപ്പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിരിക്കും, അറിയത്തില്ല. അതിന് വിഷയം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്കതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ആ കുടുംബം എങ്ങനെ കലക്കാൻ പറ്റും? ആ വീട്ടിൽ നിന്ന് അവനെയും അവളെയും പൊക്കിക്കൊണ്ടുവന്ന് തൻ്റെ വീടിൻ്റെ അടുത്ത് താമസിപ്പിക്കാൻ വേണ്ടി അമ്മ നേരത്തെ സ്ഥലം മേടിച്ചിടുകയാണ്. ഈ സാധനമൊക്കെയാണ് ഉടമ്പടി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വീടുകാർ തല്ലുമ്പിക്കുവാറ്. അതാണ് സംഭവിക്കുന്നത്. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സാബിയോ സാബു. ഞാൻ വരുന്നത് കാരപ്പള്ളി രൂപതയിലെ ഇഞ്ചേരി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് 2018-2019 ഞാൻ +2+1 പഠിക്കുന്ന സമയത്താണ്. കൃപാസനത്തിലെ പത്രം ഞങ്ങളുടെ നെയ്ബറായ ചേച്ചി അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു. ഞാൻ CBSE-ലാണ് LKG തൊട്ട് 10 വരെ പഠിച്ചത്.
അപ്പം എൻ്റെ കൂട്ടുകാർ 10ാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലോട്ടൊക്കെ മാറി, സ്റ്റേറ്റ് സിലബസ് അങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ എനിക്കും മാറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് അമ്മ എന്നെ മാറ്റിയില്ല. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി, പഠിക്കുന്നില്ല, ഭയങ്കര ആകപ്പാടെ മൊത്തമൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം പൂശി എന്നെ സ്കൂളിൽ വിടുമായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളും പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് എനിക്ക് സ്കൂളിൽ പോകാൻ എൻ്റെ മടി മാറി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം പഠിക്കുകയും വലിയ കുഴപ്പമില്ലാതെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമായി, വലിയ കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും. എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞു, എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ് എന്നെ റിസൾട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞടാ, നിനക്ക് 91.4% മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്കാണോ, ഒന്നെങ്കിൽ സിസ്റ്റർ മാർക്ക് കൂട്ടി മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊച്ചിന് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടി, ആര് തന്നു? അപ്പോൾ അങ്ങനെ വന്നിട്ട് സിസ്റ്റർ എനിക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ സിസ്റ്റർ വേറൊരു വാക്കുകൂടെ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസന മാതാവ് സാവിയോയ്ക്ക് ഒരു ബമ്പറാണ് കൊടുത്തതെന്ന്. അതാണ് മാതാവ് എനിക്ക് ആദ്യമായിട്ട് നൽകിയ അനുഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ 2023 നവംബർ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ എക്സാമിന് മുമ്പ് ഉടമ്പടി തൈലം പൂശുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും പാടുള്ള 2 മൊഡ്യൂളാണ് സ്പ്രഹനും ഷ്രൈബനും, നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ എക്സാമിന് പോയപ്പം സ്പീക്കിങ്ങിനാണെങ്കിലും മാതാവ് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരുന്നവരെ വളരെ ക്യാഷ്വലായിട്ട്, നമ്മളൊരു എക്സാമിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ക്യാഷ്വലായിട്ട് ജർമ്മൻ സാർ എക്സാമിന് വളരെ കൂളായിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. മാതാവ് എനിക്ക് 2 എണ്ണത്തിന് നല്ല ഉന്നതമായ വിജയം തന്നു. അപ്പോൾ ഞാനവിടെ ഉടമ്പടി തൈലം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. അത് 2024 ഏപ്രിൽ കൊണ്ട് ഞാൻ എൻ്റെ എക്സാം മൊത്തം പാസ്സായി, മുഴുവൻ എക്സാമും പാസ്സായി. അപ്പോൾ എനിക്കിനി അടുത്ത കടമ്പ പ്രോസസ്സിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ 2024 സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഞാൻ നോക്കി, പക്ഷേ അത് ശരിയായില്ല. ഏജൻസി കുറച്ച് വിഷയമായി. ഓക്കെ, അടുത്ത ഇൻടേക്ക് ഉണ്ടല്ലോ 2025 മാർച്ച് ഇൻടേക്ക്, അത് നോക്കി. അപ്പം അതും ശരിയായില്ല. അപ്പോൾ വേറെ ഏജൻസി കൊടുത്തു. അങ്ങനെ എനിക്ക് 2025 ഓഗസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്കൊരു കോൺട്രാക്റ്റായി. ഞാൻ കാത്തിരുന്നൊരു കോൺട്രാക്റ്റാണ്. 2 ഇൻടേക്ക് ഞാൻ നോക്കി, അത് 2 നടന്നില്ല. അവസാനം ഒരു കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ 2024 ഏപ്രിൽ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ ജൂൺ ഞാൻ വിസയ്ക്ക് പോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനിപ്പോൾ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിസയ്ക്ക് ജൂൺ 10, 2025 ഞാൻ സബ്മിറ്റ് ചെയ്തു. ജൂൺ 20 എനിക്ക് കൊറിയർ വന്നു. കാഞ്ഞിരപ്പള്ളിയിലാണ് കൊറിയർ വന്നത്, ബ്ലൂ ഡാർട്ടിൽ. അപ്പോൾ ഞാൻ കൊറിയർ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. അവർ കാരണം പറഞ്ഞ് എൻ്റെ 4 മൊഡ്യൂളും 1 ഇയറിൻ്റെ മണ്ടയിലായി, അതുകൊണ്ട് എനിക്ക് മതിയായ ലാംഗ്വേജ് സ്കില്ലില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ച്, അങ്ങനെ റിജക്ഷൻ അങ്ങനെ ആരും കേട്ടിട്ടുമില്ല, ഒന്നും ഇങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നീ എങ്ങനെയും 1-2 മൊഡ്യൂൾ എങ്ങനെയും എഴുതിയെടുത്തിട്ട് നമുക്കൊന്നുകൂടി വിസയ്ക്ക് വെക്കാം. അപ്പം ഇത്രയും പെട്ടെന്ന് എങ്ങനെ മൊഡ്യൂൾ എഴുതിയെടുക്കും? ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ബാംഗ്ലൂർ ഗോയത്തേക്ക് മെയിൽ അയക്കുക. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എക്സാം എടുത്തുവാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. അപ്പം നീ മെയിൽ അയക്കുക, നിനക്ക് കിട്ടും. അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, റിജക്ഷൻ വന്നു, ലെറ്റർ എല്ലാം കൊടുത്ത് മെയിൽ അയച്ചു. അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, നമുക്ക് പറയാൻ പറ്റും റിപ്ലൈ കിട്ടുമോ. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. അച്ഛൻ്റെ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻറ്റ്സ്, എൻ്റെ റിജക്ഷൻ ലെറ്ററും എല്ലാം ഞാൻ കൊണ്ടുവന്നു. എല്ലാം മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാനപ്പോൾ കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇനിയൊരു റിജക്ഷൻ കൂടി എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, എങ്ങനെയും ഒന്ന് ശരിയാക്കി തരണം. കാരണം അതിയായി ഞാൻ ആഗ്രഹിച്ചാണ്, എനിക്ക് എങ്ങനെയും ജർമ്മനി പോകണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചതിൽ ഏറ്റവും എഫോർട്ടിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ ജർമ്മനാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇങ്ങനെ അച്ഛനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ കാര്യം ഉറപ്പായിട്ട് സെറ്റാക്കും, എല്ലാം ശരിയാക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ പോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് മെയിൽ വന്നു. അപ്പം ഞാൻ അവരോട് ഒരു മൊഡ്യൂളിൻ്റെ സീറ്റാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എത്ര മൊഡ്യൂൾ വേണം? ഞാൻ പറഞ്ഞു 2 മൊഡ്യൂളിൻ്റെ സീറ്റ് തരാമോ? ഓക്കെ, നോ പ്രോബ്ലം, അവർ തന്നു. അങ്ങനെ ജൂലൈ 9 തീയതി ഞാൻ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവിനെ ജയിപ്പിക്കുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. 14 എനിക്ക് റിസൾട്ട് വന്നു.
14 എഴുതിയ 2 എക്സാം ഞാൻ പാസ്സായി. കാരണം ആദ്യത്തെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എക്സാം എഴുതി, മാതാവ് എന്നെ എക്സാം പാസ്സാക്കി. ഇങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് ഓക്കെ ബിസിക്ക് ഡേറ്റ് എടുത്തു. വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എംപ്ലോയർ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നമായി. ഓക്കെ, പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞു എക്സാം എഴുതിയേക്കുന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനി ബിസിക്ക് വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏപ്രിൽ ഇൻടേക്ക് 2026 ഈ ഏപ്രിൽ ഇൻടേക്കിലേക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, എനിക്ക് എംപ്ലോയ്ഡ് ഒരു ലെറ്റർ വേണം. നമ്മുടെ എംപ്ലോയ്ഡ് ലെറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ എംപ്ലോയർ സാറ്റിസ്ഫൈ ആണെന്ന് പറയുന്ന ലെറ്റർ നമുക്ക് വേണം. കാരണം എൻ്റെ ഓൾറെഡി റിജക്ഷൻ ആയതുകൊണ്ട് ഈ സംഭവം ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും റിജക്ഷൻ ആവും. എന്നെക്കൊണ്ട് ഒന്നുകൂടി അത് താങ്ങാൻ പറ്റത്തില്ല, ആ മൊത്തം ഒരു ഇതാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരോട് എംപ്ലോയോട് സംസാരിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തൈലം തൂത്ത് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് മാതാവായിട്ട് എനിക്ക് വേറെ ഏജൻറ്റിനെ കാണിച്ചു തന്നു. അപ്പോൾ ഏജൻറ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എംപ്ലോയുടെ ലെറ്റർ തരാം, പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്ന പേപ്പറുണ്ട്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ജർമ്മൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഓക്കെ ആണെന്ന് പറയുന്നൊരു പേപ്പർ. അപ്പം ആ 2 പേപ്പറും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു, ആ 2 പേപ്പറും കിട്ടി. അങ്ങനെ ഞാൻ ഈ ഫെബ്രുവരി 20 ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് ഈ ഇടയ്ക്ക് തന്നെ വിസ വന്നു. അങ്ങനെ ഏപ്രിൽ 1 ഞാൻ പോവുകയാണ്. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ റിജക്റ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് വിസ അടിച്ച് തരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പം അങ്ങനെ പറയണമെന്നൊരാഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഞാൻ സാക്ഷ്യം പറയും. കാരണം ഇത് അത്രയും ഒരു മാതാവ് ഈശോയെ അത്ഭുതം പ്രവർത്തിച്ചൊരു സാക്ഷ്യമാണ്. കാരണം എക്സാം 4 മൊഡ്യൂളും എക്സാം എഴുതിയ ഒരാൾക്ക് വിസ കിട്ടുന്നില്ല, എന്നിട്ട് പിന്നെയും മാതാവ് ഡേറ്റ് എടുത്ത് തരുന്നു, പിന്നെ എക്സാം പാസ്സാകുന്നു. അവിടെ എംപ്ലോയുടെ ലെറ്റർ കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എംപ്ലോയുടെ ലെറ്ററും അതിൻ്റെ കൂടെ പ്രീ അപ്രൂവൽ 2 പേപ്പറും മാതാവ് നമുക്ക് ശരിയാക്കി തരുന്നു. അപ്പോൾ അങ്ങനെ വിസ വന്ന് നോക്കിയപ്പം 4 മൊഡ്യൂളും എൻ്റെ 1 ഇയർ ആയി എന്ന് പറഞ്ഞ് എനിക്ക് ലാംഗ്വേജ് സ്കില്ലിൽ നിന്ന് പറഞ്ഞ ആ ഓഫീസർ തന്നെയാണ് എനിക്ക് പുതിയ വിസ അടിച്ചു തന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറയുവാണെങ്കിൽ, ഞങ്ങളുടെ വല്യമ്മച്ചി 5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. അപ്പം വല്യമ്മേനെ ഞാൻ നോക്കുമായിരുന്നു. ആ നോക്കുന്നതിന് ഞാൻ ഈശോനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പപ്പായ അമ്മയാണ് വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല, വല്യമ്മേനെ കെയർ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അപ്പോൾ അവിടെ ഇങ്ങനെ ഓൾഡ് ഏജ് പ്രായമായ ആൾക്കാർക്ക് വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 3 മാസം പോയി ശുശ്രൂഷ ചെയ്തു. പിന്നെ ഞാൻ പത്രം എല്ലാവരും കൊടുക്കുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നിടത്താണെങ്കിലും എൻ്റെ പിള്ളേരുടെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഈ ജർമ്മൻ എന്നൊരു കടമ്പ കടന്നത്, മാതാവ് എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്, കൃപാസനം എന്ന് പറയുന്നത് എന്താണ്, കൃപാസനത്തോടെ നമുക്ക് എങ്ങനെ ഉടമ്പടി ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അതുപോലെ മാക്സിമം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിച്ച ഭരണങ്ങാനത്താണ്. അപ്പം അവിടെ ഭരണങ്ങാനം പള്ളിയുണ്ടല്ലോ, അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു. അത് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഇവിടെയും പള്ളിയിൽ പോകുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ യൂത്തിലും അതുപോലെ പള്ളിയിലെ എല്ലാ പരിപാടികളിലും ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ ഞാൻ പോയി കാണുമായിരുന്നു. അവർക്ക് ഞാൻ കൃപാസനം പത്രം വായിച്ചു കൊടുക്കുകയും ഓരോ സാക്ഷികളെ പറഞ്ഞു കേൾപ്പിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് നമുക്ക് മാതാവ് ഈശോ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം തരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അവസാനം നമ്മൾ ഒരിക്കലും ഈശോയും മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ ഒരു സാക്ഷ്യത്തിലൂടെ എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാൻ 2023 തൊട്ട് ഞാൻ ജർമ്മൻ കാര്യം ചെയ്യുന്നതാണ്. 2026 ആയപ്പോഴാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായത്. അപ്പം ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ വരുമ്പോഴും ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ സങ്കടപ്പെടണ്ട, നിനക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാകും. എനിക്ക് ആ ശരിയാകും എന്നൊരു വിശ്വാസം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവ് ഈശോയും നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. കൃപാസന അമ്മയുടെ ഈ അൽത്താരയിൽ കയറി നിൽക്കുവാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് അജിത, ഞാൻ വയലാറിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. 2018 ഒക്ടോബർ മാസം മുതലാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നത്.
വളരെയധികം മാനസിക അസ്വാസ്ഥ്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെ സഹോദരിയാണ് ഈ കൃപാസനം അൾത്താരയിൽ എന്നെ കൊണ്ടുവന്നത്. അന്നു തൊട്ട് ഇന്ന് വരെയും വളരെയധികം ചിട്ടയോടും ഈ ഉടമ്പടി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അണുവിട പോലും തെറ്റാതെയാണ് ഞാൻ മുന്നോട്ട് ഉടമ്പടി ജീവിതം കൊണ്ടുപോകുന്നത്. ഇന്ന് അമ്മയും എൻ്റെ തിരുകുമാരനും എനിക്ക് ഒരുപാട് ശക്തിയും ബലവും തരുന്നുണ്ട്. ഈ ജീവിതത്തിലും നിത്യതയിലും അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെന്ന് പറയാൻ, ഒന്നാമതായി ഞാൻ വലിയൊരു വാഹന അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അത് എറണാകുളത്ത് നിന്ന് കത്രിക്കടവിലുള്ള ബസ്സിന് ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ വന്നിറങ്ങുന്ന സമയത്ത് എൻ്റെ സാരി ഫുട്ബോർഡിൽ ഉടക്കി ഞാൻ വീഴേണ്ട ഒരു സാഹചര്യം, ബസ് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ ഓട്ടോ സ്റ്റാൻഡായിരുന്നു. അവർ കൊട്ടി ബഹളം വെച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ബസ് നിർത്തിയത്. എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കാശ് രൂപം ഞാൻ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഞാനത് കണക്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ എപ്പോഴും യാത്ര പോകുന്നത്. അപ്പം ആ വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ആ ബസ് ഓടിപ്പോയ സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട, ഞാൻ അവിടെ ആരുമില്ല, ഓട്ടോ സ്റ്റാൻഡോ ആരുമില്ലാത്തൊരു സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു അവിടെ ഇറങ്ങണ്ട, ഇപ്പറേ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. അപ്പം അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഞാൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കാരണം എൻ്റെ അമ്മയെ എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും തൈലവും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഒത്തിരി ഇവിടെ നിൽക്കുന്ന ആ രൂപം തന്നെ എൻ്റെ മെഴുകുതിരിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെൻ്റെ ഫോണിലുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട്, എൻ്റെ ഈ കുഞ്ഞ് 3 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അന്ന് വെറും 27 വയസ്സ് കഴിഞ്ഞ് എനിക്ക് വളരെയധികം ദുഃഖത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഒന്നുമില്ല. കാരണം എൻ്റെ അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു 100 പേര് എൻ്റെ ചുറ്റിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും അതുപോലുള്ള ബലവുമാണ് എനിക്ക് തരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മതിലകത്തെ ലെപ്രസി വാർഡിൽ 15 അമ്മമാരുണ്ട്. അവരെ എല്ലാ മാസവും ഞാൻ കാണാൻ പോവുകയും അവർക്ക് വേണ്ടുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന ഭക്ഷണം വാങ്ങിച്ച് ഞാൻ കൊണ്ട് കൊടുക്കുകയും അമ്മമാർക്ക് എല്ലാ മാസവും ഇവിടുത്തെ ഉപ്പ്, തേന് ഇതൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. കുറേ സമയം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ പോരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി 2 വർഷമാകുമ്പോൾ എനിക്ക് 15 അമ്മമാരെയാണ് എനിക്ക് ഒരേപോലെ കിട്ടിയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയും എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പത്രവിതരണം ചെയ്യുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലാണ്. ഞാൻ അവിടെ ഓരോരുത്തരെയും പോയി സന്ദർശിക്കുകയും അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ ചോദിച്ചു മനസ്സിലാക്കുകയും അവരുടെ ഫോൺ നമ്പർ, അവരുടെ സ്ഥലം ഇതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോന്നിട്ട് രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥനയിലും അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും ഞാൻ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇന്നും ഞാൻ കാഞ്ഞിരമുറ്റത്തുള്ള ഒരു സഹോദരിയെ ഉടമ്പടി എടുപ്പിക്കാൻ വന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളിലും മാതാവും തിരുകുമാരനുമാണ് എനിക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ധൈര്യവും എനിക്ക് തരുന്നത്.
ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ഒരു വചനമെങ്കിലും ഞാൻ ദിവസവും പലവട്ടം ഉരുവിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നതും. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവൾക്ക് പറയാൻ കൊടുക്കുകയാണ്. ആദ്യം തന്നെ അമ്മയുടെ അൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, അമ്മയ്ക്കും തിരുകുമാരനും. എൻ്റെ പേര് അഖിന. ഞാൻ 2025 ജൂൺ മാസമാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു വലിയ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു ആ സമയത്ത്. മൈഗ്രെയിൻ എന്ന തലവേദന കൊണ്ട് ഞാൻ 10 വർഷമായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഈ ഉറക്കമില്ലായ്മയെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നും പറയുമായിരുന്നു ജോസഫച്ചൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് സമാധാനം കണ്ടെത്തുക, അങ്ങനെയായിരുന്നു. ഒരു ദിവസം അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സ്വിച്ചിട്ട പോലെ ഈ വേദന നിൽക്കുമായിരുന്നു. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തലവേദന കൊണ്ട്. കുറേ നാളായിട്ട് തലവേദന കാണാതെ വന്നപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ്, അമ്മ ഞാനൊരു കുറച്ച് ചോക്ലേറ്റ് കഴിച്ച് നോക്കുവാണ്, ഞാൻ പരീക്ഷിക്കുമല്ല, എനിക്കൊരു ഉറപ്പിന് വേണ്ടിയാന്ന് പറഞ്ഞ്. സാധാരണ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്ത സാഹചര്യം, BP ലോ ആകുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ഞാൻ എത്ര കഴിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം ആസ്വദിച്ച് കഴിക്കുന്ന പോലെയായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഞാൻ കഴിച്ചു നോക്കി. ഇന്ന് 2.5 വർഷമാകുന്ന എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല എന്നുള്ളതാണ് സത്യം. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാറുണ്ട് ഒരുപാട്, എന്നാലും എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല. അതിന് ഞാൻ അമ്മയോടും തിരുകുമാരനോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. കൂടാതെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഞാൻ വെച്ചൊരു നിയോഗം അതുകൂടെ ആയിരുന്നു. ഒരു 60 പേരോളം അടങ്ങിയ ഇൻ്റർവ്യൂവിൽ എനിക്ക് 4ാമത് വരാൻ സാധിച്ചു. ഈ മാസം 6-ാം തീയതി ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് യുദ്ധങ്ങളെല്ലാം തുടങ്ങിയത്. എന്നെ അതിൽ നിന്നും സംരക്ഷിച്ച് അമ്മയും ഈശോപ്പനുമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇത്രയൊക്കെ സാധിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും മാതാവും തിരുകുമാരനും എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ടെൻഷനായിട്ട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനത്തോടെ ഇരിക്കാം. അവിടെ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പറയുന്നു ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മാതാവും തിരുകുമാരനും എന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയതാണെന്ന്. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടി ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഇരുന്ന് അമ്മയോടും തിരുകുമാരനോടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറയാനായിട്ട് ഈ അമ്മയുടെ ഈ അൾത്താരയിൽ 2018 തൊട്ട് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ദൈവാനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അൾത്താരയിൽ കയറി നിൽക്കാനുള്ള ആ ഒരു കൃപ കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മേ എൻ്റെ ഇഷ്ടമല്ല യേശുവപ്പ, അവിടുത്തെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഞാൻ ഒന്നിനും വാശി പിടിക്കില്ല. എപ്പോഴാണ് തരാനായിട്ട് ഇഷ്ടം തോന്നുന്നത് അതെല്ലാം ആ സമയത്തു മതി. പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഇന്നേ വരെ ഞാനൊരു കുറ്റം പറയാനോ ഒരു പ്രാർത്ഥിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ എനിക്ക് ഇവിടം വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. ഈ അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഇന്ന് എനിക്ക് വേദി ഒരുക്കി തന്ന എൻ്റെ അമ്മയോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.